Dear students, in this class, let us learn about steric effect. Steric effect refers to the influence of the spatial configuration of molecules on their stability and properties as well as on their rates of reaction. Steric attraction occurs when molecules have shapes or geometries that are optimized for interaction with one another. Or steric effect may be considered as the spatial interactions due to the spatial crowding of bulky groups in a molecule and that which affects the properties of the molecule. The presence of bulky groups in a substrate can cause obstruction to attacking reagents in approaching the site of attack in the molecule. And such obstructions are called steric hindrance. സ്റ്റെറിക് എഫക്റ്റ് എന്താന്ന് നോക്കാം. സ്റ്റെറിക് എഫക്റ്റ് ഓർഗാനിക് റിയാക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും സ്റ്റെറിക് എഫക്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്താണ് ഈ സ്റ്റെറിക് എഫക്റ്റ്? സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്യൂൾസിൽ ഉണ്ടാവുന്ന സ്പേഷ്യൽ കോൺഫിഗറേഷനെയാണ് സ്റ്റെറിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അത് മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റിനെയോ പ്രോപ്പർട്ടീസിനെയോ റേറ്റ് ഓഫ് റിയാക്ഷനെ ബാധിക്കുകയാണെങ്കിൽ നമുക്കത് സ്റ്റെറിക് എഫക്റ്റ് ആണെന്ന് പറയാവുന്നതാണ്. അതായത് സ്പേഷ്യൽ ക്രൗഡിങ്, അതായത് സ്ഥല സൗകര്യമില്ലാതെ ബൾക്കി ഗ്രൂപ്പ്സ് ഒരു ആറ്റത്തിന് ചുറ്റും കാണപ്പെടുകയാണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അതിന്റെ പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു സ്റ്റെറിക് എഫക്റ്റ് ആണെന്ന് പറയാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ റിയേജന്റ് വന്ന് ഈ മോളിക്യൂളിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബൾക്കി ഗ്രൂപ്പ്സ് കാരണം ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റെറിക് എഫക്റ്റ് ആയിട്ട് പറയാവുന്നതാണ്. ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെറിക് എഫക്റ്റ് എന്താന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യത്തെ എക്സാമ്പിൾ എന്താന്ന് നമുക്ക് നോക്കാം. Let us deal examples for steric effect. Consider cis-2-butene and trans-2-butene. In cis-2-butene, the two bulky groups, methyl groups, are on the same side of the double bond and being close to each other, they cause spatial crowding. But in trans-2-butene, the bulky groups are on the opposite sides of the double bond and so they are well separated and there is no crowding. As a result, cis-2-butene suffers greater steric strain and is less stable than trans-2-butene. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് cis-2-butene trans-2-butene കാര്യം. cis-2-butene ഈ മോളിക്യൂളിനെ വിളിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന്റെ ഒരേ സൈഡിലാണ് രണ്ട് ബൾക്കി ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ്സ് ഇരിക്കുന്നത്. പക്ഷെ trans-2-butene ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് രണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പേര് trans-2-butene എന്ന് വന്നത്. ഇനി നമുക്ക് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൂടുതൽ സ്റ്റേബിൾ ആവാനുള്ള സാധ്യത ഈ സ്ട്രക്ചർ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കി ഗ്രൂപ്പ്സ് ഏറ്റവും അകലത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് trans-2-butene. പക്ഷെ cis-2-butene നോക്കിക്കേ ബൾക്കി ഗ്രൂപ്പ്സ് ഏകദേശം അടുത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെയിൻ ഉണ്ട്. സ്റ്റെറിക് സ്ട്രെയിൻ കൂടുതലായതുകൊണ്ട് തന്നെ cis-2-butene സ്റ്റെബിലിറ്റി കുറവാണ് trans-2-buteneക്കാൾ. trans-2-butene ആണ് cis-2-buteneക്കാളും കൂടുതൽ stable. So this is one of the examples. Next, let us consider the examples of the anti-staggered conformation of butane and the eclipsed conformation of butane. Among the various conformations of butane, the anti-staggered conformation in which the two methyl groups are the farthest from each other is the most stable and the fully eclipsed conformation in which the two methyl groups are the nearest to each other is the least stable.
This is because steric repulsion between the bulky methyl groups is the least in the former, while it is greatest in the eclipsed conformation. അതായത് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അത് നോക്കുക, ഇതാണ് ആന്റി സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുല CH3 CH2 CH2 CH3. ഇത് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. ഈ പ്രൊജക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പിലത്തെ കാർബൺ, അതായത് രണ്ടാമത്തെ കാർബൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 3 വരകൾ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് ആ കാർബണിൽ ഒരു CH3 ഗ്രൂപ്പും ഉണ്ട്, പിന്നെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇനി പുറകിലത്തെ കാർബണിനെ കാണിക്കുന്നത് ഒരു സർക്കിൾ വരച്ചിട്ടാണ്. പുറകിലത്തെ കാർബൺ ഒരു സർക്കിളിലാണ് ഇരിക്കുന്നത്. ആ കാർബണായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന 2 ഹൈഡ്രജനും പിന്നെ ഒരു CH3 ഗ്രൂപ്പുമാണ്. പിന്നെ ആന്റി സ്റ്റാഗേർഡ് കൺഫർമേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്സ് ഇങ്ങനെയാണ് ഇരിക്കുക. അതായത് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിൽ നിന്ന് 180 ഡിഗ്രി അകലത്തിലായിരിക്കും അടുത്ത മീഥൈൽ ഗ്രൂപ്പ്, അടുത്ത കാർബണിലെ മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുക. അതായത് എന്താ പറയുക, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. മുമ്പിലത്തെ കാർബണിലുള്ള മീഥൈൽ ഗ്രൂപ്പും പുറകിലത്തെ കാർബണിലുള്ള മീഥൈൽ ഗ്രൂപ്പും തമ്മിൽ നല്ല അകലത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കൺഫർമേഷൻ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. പക്ഷെ ഫുള്ളി എക്ലിപ്സ്ഡ് ആയിട്ടുള്ള കൺഫർമേഷൻ ബ്യൂട്ടൈൻ്റെ നോക്കുക. ആ കൺഫർമേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്നിലിരിക്കുന്ന കാർബണിലുള്ള മീഥൈൽ ഗ്രൂപ്പും പുറകിലുള്ള കാർബണിലുള്ള മീഥൈൽ ഗ്രൂപ്പും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഏകദേശം 0 ഡിഗ്രി. രണ്ടും ഏകദേശം ഒരേ ലൈനിലാണ് വരുന്നത്. തൊട്ടടുത്താണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ മീഥൈൽ ഗ്രൂപ്പിന്റെ തൊട്ട് പുറകിലാണ് ഈ മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അതുപോലെ ഈ ഹൈഡ്രജൻസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഹൈഡ്രജന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് മറ്റേ ഹൈഡ്രജൻ, ഈ ഹൈഡ്രജന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് മറ്റേ ഹൈഡ്രജനും വരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, ഫുള്ളി എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഗ്രഹണം പോലെയാണ്, ഗ്രഹണം നടത്തുകയാണ്. ഒന്നിന്റെ പുറകെയാണ് ഒന്ന് ഇരിക്കുന്നത്. അപ്പൊ ഈ മീഥൈൽ ഗ്രൂപ്പിന് പുറകെ ഈ മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് വളരെയധികം സ്ട്രെയിൻ ഉണ്ട്, വളരെയധികം എന്താ പറയുക സ്റ്റെറിക് ആയിട്ടുള്ള സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ ഇതൊരു സ്റ്റെറിക് എഫക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത് വളരെയധികം അൺസ്റ്റേബിൾ ആണ്. ഇതിന്റെ സ്ട്രെയിൻ കാരണം ഇത് വളരെയധികം അൺസ്റ്റേബിൾ ആണ്. ആന്റി സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ് കൂടുതലും സ്റ്റേബിൾ. Now consider another example for steric strain. Let us consider the different order of basicity of alkyl amines. When we think in terms of the electron releasing inductive effect of the methyl group, trimethyl amine should be more basic than dimethyl amine or methyl amine because an increase in the number of methyl groups can be expected to increase the electron availability at the nitrogen atom of the amine. However, the order of basicity of methyl amine and dimethyl amine and trimethyl amine is dimethyl amine is more stable than or more basic than methyl amine, which is more basic than trimethyl amine. The lower basicity of trimethyl amine is due to the steric effect of the 3 methyl groups, which specially hinders the approach of the proton and hinders the stabilization of the trimethyl ammonium ion through solvation. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിറ്റിയുടെ ഓർഡർ ആണ്. ആൽക്കൈൽ അമീൻസിന്റെ ബേസിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓർഡർ ആണ്. ഈ ഓർഡർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു സെക്കൻഡറി അമീൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ പേര് ഡൈമീഥൈൽ അമീൻ എന്നാണ്. ഡൈമീഥൈൽ അമീൻ ആണ്. അതിനുശേഷം വെറുതെ മീഥൈൽ അമീൻ വരുന്നത് ഇതൊരു പ്രൈമറി അമീൻ ആണ്.
ലാസ്റ്റ് ഇരിക്കുന്നത് ട്രൈ മീഥൈൽ അമീൻ. അതൊരു ടെർഷറി ആയിട്ടുള്ള അമീനാണ്. എന്തുകൊണ്ടാണ് സെക്കൻഡറി അമീൻ ഇതിനെ വിളിക്കുന്നതിന് കാരണം നമുക്കറിയാവുന്നതാണ്. 2 മീഥൈൽ ഗ്രൂപ്പ്സ് നൈട്രജനായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി അമീനാണ്. 3 മീഥൈൽ ഗ്രൂപ്പ്സ് നൈട്രജനായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെർഷറി അമീനാണ്. ഒരു മീഥൈൽ ഗ്രൂപ്പ് മാത്രമാണ് നൈട്രജനായി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രൈമറി അമീനാണ്. അപ്പൊ ഓർഡർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ബേസിറ്റി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്നാണ് ഓർഡർ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ ഓർഡർ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ടെർഷറി അമീനാണ് ഏറ്റവും കൂടുതൽ ബേസിക് ആവേണ്ടത്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർഷറി അമീന് 3 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. 3 മീഥൈൽ ഗ്രൂപ്പ്സും പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കും. പ്ലസ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആവുമ്പോൾ കൂടുതൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് നൈട്രജനിലുള്ള ലോൺ പെയർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പെട്ടെന്ന് നൈട്രജൻ റെഡി ആവും. അതായത് മോർ അവൈലബിൾ ആണ്. ആ 2 ലോൺ പെയർ ഇലക്ട്രോൺസ് നൈട്രജനിലുള്ളതും ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം 3 മീഥൈൽ ഗ്രൂപ്പിന്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം പെട്ടെന്ന് ആ 2 ലോൺ പെയർസിനെ മറ്റുള്ളവർക്ക് കൊടുത്ത് ബേസിക് ആവാൻ പറ്റുന്നതാണ് ട്രൈ മീഥൈൽ അമീന്. പക്ഷെ ഈ ട്രൈ മീഥൈൽ അമീനാണ് ലീസ്റ്റ് ബേസിക് ആയിട്ട് വരുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്റ്റെറിക് എഫക്റ്റ് ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സ്റ്റെറിക് എഫക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജന് ചുറ്റും 3 മീഥൈൽ ഗ്രൂപ്പ്സ് വരുമ്പോൾ ക്രൗഡിങ് വരികയാണ്. അതായത് ആൾക്കൂട്ടം അല്ലെങ്കിൽ തിക്കും തിരക്കും. നൈട്രജന് ചുറ്റും 3 വലിയ മീഥൈൽ ഗ്രൂപ്പ്സ് വരുന്ന കാരണം തിക്കും തിരക്കും വരുന്ന കാരണം വേറെ ഒരു സ്പീഷീസിന് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇത് ഒട്ടും ബേസിക് അല്ല. ഏറ്റവും കൂടുതൽ ബേസിറ്റി കാണിക്കുന്നത് ഡൈമീഥൈൽ അമീനാണ്. ഡൈമീഥൈൽ അമീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉള്ളൂ. അത്രയും ബൾക്കിനെസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു റിയേജന്റ് അസിഡിക് ആയിട്ടുള്ള റിയേജന്റിന് ഈ നൈട്രജന്റെ ലോൺ പെയറിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇത് മോർ ബേസിക് ആണ്. അതിനുശേഷം നമ്മുടെ പ്രൈമറി അമീൻ വരും. പ്രൈമറി അമീൻ ആണെങ്കിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് മാത്രം ഉള്ളത് കൊണ്ട് ആ ഒരെണ്ണത്തിന്റെ മാത്രം പ്ലസ് ഐ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് വരുള്ളൂ. പിന്നെ സ്പേഷ്യൽ പ്രശ്നങ്ങളൊന്നും വരാത്തത് കൊണ്ട് അത് ടെർഷറി അമീനേക്കാളും കൂടുതൽ ബേസിക് ആണ്. അപ്പൊ ബേസിക് ക്യാരക്ടർ ഡിക്രീസസ് ഇൻ ദിസ് ഓർഡർ. Now let us discuss the acidity of carboxylic acid. Acidity of a carboxylic acid is found to be decreased by the presence of bulky groups because they cause steric hindrance to the stabilization of the carboxylate anion through solvation. Di-tertiary butyl benzoic acid as a result of the steric effect induced by the 2 bulky tertiary butyl groups at the 2 ortho positions of the COH group is found to be less acidic than benzoic acid. അസിഡിറ്റി ആണ് കൺസിഡർ ചെയ്യുന്നത്. 2 ആസിഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡും പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 4th പൊസിഷനിൽ ഒരു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 6th പൊസിഷനിൽ ഒരു ടെർഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫോർമുല ഇങ്ങനെ പറയാം: 2,4,6 ട്രൈ ടെർഷറി ബ്യൂട്ടൈൽ ബെൻസോയിക് ആസിഡ്. ഇതാണ് അതിന്റെ പേര്. അപ്പൊ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ളത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡ് പെട്ടെന്ന് തന്നെ ഈ പ്രോട്ടോണിനെ കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ട് നല്ലോണം അസിഡിക് ആണ്. പക്ഷെ അതേസമയം ഇതിന്റെ അസിഡിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോട്ടോണിനെ വന്ന് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ അയണൈസ് ചെയ്ത് പോവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് ഈ മോളിക്യൂളില്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വലിയ ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് ഈ കാർബോക്സിലിക് ആസിഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു റിയേജന്റ് ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നെങ്കിൽ ഈ ഗ്രൂപ്പ് ഒരു തടസ്സമായിട്ട് നിൽക്കും. ഇവിടെ നിന്നാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഈ ഗ്രൂപ്പ് ഒരു തടസ്സമായിട്ട് ഇരിക്കും.
ഇവിടെ നിന്നാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇതും ഒരു തടസ്സമാണ്. അതുകൊണ്ട് ഇതിന്റെ അസിഡിറ്റി ഭയങ്കര കുറവാണ്. സോ ദാറ്റ് മീൻസ് ബെൻസോയിക് ആസിഡ് ഇസ് മോർ acidic than 2,4,6 tri-tertiary butyl benzoic acid. Now let us consider the esterification reactions of carboxylic acid. Steric hindrance is the mechanical hindrance offered to the approach of a reagent to the reaction site on the substrate by bulky groups present in the vicinity on the rates of reactions. For example, acetic acid is esterified easily when refluxed with an alcohol and concentrated sulfuric acid. With increase in the number of alkyl groups on the alpha carbon of the acid, the rate of esterification decreases due to an increase in the steric hindrance offered to the approach of the alcohol to the reaction site with increase in the size of the alkyl group. So acetic acid is more acidic than propanoic acid, which is more acidic than butanoic acid. Likewise, it goes on. അതായത് നമുക്കറിയാവുന്നതാണ്, ഒരു ആസിഡും ഒരു ആൽക്കഹോളും കൂടെ റിയാക്ട് ചെയ്യുന്നു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ. ആ റിയാക്ഷനെയാണ് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ആസിഡ് ആണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പൊ നമുക്കറിയാവുന്ന എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് OH പോവും, ഇവിടത്തെ ഒരു ഹൈഡ്രജനും പോവും, അങ്ങനെ വാട്ടർ ഉണ്ടാവും, പിന്നെ ബാക്കിയുള്ളത് COO പിന്നെ R. ഈ ഓയും ആറും വരും. ഓക്കെ, ഓയും ആറും കൂടെ ഇവിടെ വരുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ എസ്റ്ററിഫിക്കേഷന്റെ റേറ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അസിറ്റിക് ആസിഡ് ആണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എസ്റ്ററിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ CH3 ഗ്രൂപ്പ് വരുന്നതാണ് അസിറ്റിക് ആസിഡ്. അസിറ്റിക് ആസിഡിനെ പെട്ടെന്ന് എസ്റ്ററിഫൈ ചെയ്യാം. പക്ഷെ അസിറ്റിക് ആസിഡിൽ പിന്നെയും ഒരു കാർബണും കൂടെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആൽഫ കാർബണിൽ പിന്നെയും ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ എസ്റ്ററിഫിക്കേഷൻ പിന്നെയും സ്ലോ ആവും. അതായത് പ്രൊപ്പനോയിക് ആസിഡ് 3 കാർബൺ ഉള്ള ആസിഡാണ് പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡിനേക്കാളും കൂടുതൽ അസിഡിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് എസ്റ്ററിഫൈഡ് ആവുന്നത് അസിറ്റിക് ആസിഡ് ആണ്. അതുപോലെ പ്രൊപ്പനോയിക് ആസിഡ് ആണെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡിനേക്കാളും കൂടുതൽ പെട്ടെന്ന് നമുക്ക് എസ്റ്ററിഫൈ ചെയ്യാൻ പറ്റും. അതായത് കാർബൺ ആറ്റംസ് കൂടുന്നതനുസരിച്ച് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എസ്റ്ററിഫൈ ചെയ്യാൻ പറ്റുന്നത് അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡ് ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സ്റ്റെറിക് എഫക്റ്റ് തന്നെയാണ്. ബൾക്കി ഗ്രൂപ്പ്സ് വരുന്നതനുസരിച്ച് എസ്റ്ററിഫിക്കേഷന്റെ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ റേറ്റ് വളരെയധികം കുറഞ്ഞു പോകും. Benzoic acid is esterified easily when it is refluxed with ethanol in presence of HCl or sulfuric acid. On the other hand, 2,4,6 trimethyl benzoic acid is not esterified even when it is refluxed with ethanol for a very long time. This is because the two methyl groups sterically hinder the approach of the alcohol molecule to the reaction site on the acid. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ആലിഫാറ്റിക് ആസിഡ്സിന്റെ എസ്റ്ററിഫിക്കേഷൻ ആണ് പറഞ്ഞത്. നമ്മൾ ആരോമാറ്റിക് ആസിഡ്സിന്റെ എസ്റ്ററിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻസോയിക് ആസിഡ്, ഇതാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിനെ നമുക്ക് പെട്ടെന്ന് എസ്റ്ററിഫൈ ചെയ്യാൻ പറ്റും. ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്യുക, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് HCl ഉപയോഗിക്കുക കാറ്റലിസ്റ്റ് ആയിട്ട്. പെട്ടെന്ന് തന്നെ ഈ OCH3 ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ഈ എസ്റ്റർ കിട്ടും. പക്ഷെ ബൾക്കി ഗ്രൂപ്പ്സ്, ഇങ്ങനെ ഒരു ആസിഡിന്റെ കൂടെ ബൾക്കി ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ, അതായത് സെക്കൻഡ് പൊസിഷനിലും 6th പൊസിഷനിലും പിന്നെ 4th പൊസിഷനിലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും CH3 ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു ആസിഡിന്റെ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒട്ടും നടക്കില്ല. ഇവിടെ ഒരു ആൽക്കഹോൾ, ഇതുപോലത്തെ ഒരു ആൽക്കഹോള് CH3OH എന്ന് പറഞ്ഞ ഒരു ആൽക്കഹോൾ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ഇരിക്കുകയാണ് തടസ്സമായിട്ട്, ഇവിടെയുമാണെങ്കിൽ വേറൊരു മീഥൈൽ ഗ്രൂപ്പ് ഇരിക്കുകയാണ് തടസ്സമായിട്ട്.
അതുകൊണ്ട് എസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒട്ടും നടക്കില്ല. ഇത് എസ്ട്രിഫൈഡ് ആവാറേ ഇല്ല. എസ്ട്രിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു മോളിക്യൂളാണ് ഇത്. പിന്നെ അതുപോലെ ഇത് 2,4 ഡൈമീഥൈൽ ബെൻസോയിക് ആസിഡ് വരും. അതിന്റെ എസ്ട്രിഫിക്കേഷൻ ആണെങ്കിൽ വളരെ സ്ലോ ആണ്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് എസ്ട്രിഫൈ ചെയ്യാൻ പറ്റുന്നത് ബെൻസോയിക് ആസിഡ് ആണ്. അതിനുശേഷം ഈ ആസിഡ് വരും. ഏറ്റവും ഒട്ടും എസ്ട്രിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് ഈ 2,4,6 trimethyl benzoic acid. So this is the how steric effect works, and we have discussed a lot of examples for steric effect or steric hindrance. Hope you understood. Thank you.